ഗാങ് വേറെ ഏതോ സ്ഥലത്ത് കൺസേർട്ടിന് പോയേക്കുവാണല്ലോ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയം സിഇഒ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ നന്നായിട്ട് ചെയ്തേം കൊണ്ട് എൻകറേജ് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനറിയാലോ. കാര്യം പറയാൻ പറയുമ്പം ഇവന്റെ ടെന്യൂറ് തീരാറായി. അപ്പൊ പുതിയതായിട്ട് പിന്നെയും തുടർച്ചയായിട്ട് ഇനിയും കുറെ പ്രൊജക്ട് ചെയ്യണല്ലോ. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ അതിനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മറ്റൊരു പ്ലാൻ ആണെന്ന് ഗംഗ പറയുന്നതിന്. എന്താ ചെയ്യാൻ പോന്നേ? TV ഷോയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നാണ് സിഇഒ ചോദിക്കുന്നത്. ഞാനും ഹാപ്പി ആയിട്ടിരിക്കാൻ ഡിസേർവിംഗ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആണെന്ന് പറയ പോലെയല്ല, അല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ഹാപ്പി ആണെന്നുള്ളൊരു തോന്നലേ ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ആജൻ തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒന്ന് ചിരിക്കുക പോലും ചെയ്യുന്നത്. വെറുതെ ഒരു കാരണമില്ലാതെ ചിരിക്കും. മറ്റുള്ളവര് ഇവനെ ഭ്രാന്താണെന്നാണ് വിചാരിക്കുക. പക്ഷെ അത് തനിക്ക് ഹാപ്പി ആണെന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ആജിനെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു കുട്ടി ഷൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് സിഒക്ക് ഒരു ഷോക്ക് ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ ആജൻ പ്രഗ്നന്റ് വല്ല ആണോന്ന്. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണെന്ന് ഗംഗ പറയുന്നതിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് ആജന്റെ കാര്യത്തിൽ എത്രത്തോളം സീരിയസ് ആണെന്ന്. ചോദിക്കുന്നുണ്ട് അവൻ അവളെ മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന്. 100% മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഗാങ് പറയുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഇവന്റെ കാര്യത്തിലൊന്നും പറയാനില്ലല്ലോ. അവക്കും അതേപോലെ മാരേജ് ചെയ്യാൻ തന്നെയാണോ ഉദ്ദേശം എന്ന് ചോദിക്കുന്നതിന് അറിയത്തില്ല, ചോദിക്കണമെന്ന് ഗാങ്. ഇവിടെ ആജൻ മുത്തശ്ശീനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിലേക്ക് പോയായിരുന്നല്ലോ. ആ അമ്പലത്തിലാണ് ഉള്ളത്. അപ്പോഴാണ് ബേക്കിന്ന് ബോസ് ആയിരുന്നത്. എന്ത് പറ്റി, എന്നെ കണ്ടിട്ട് ഷോക്കായി പോയെന്ന് ചോദിക്കുന്നതിന് ഇല്ല, കണ്ടതിൽ സന്തോഷാണെന്ന് ആജൻ. പക്ഷെ അവള് ശരിക്കും ഷോക്കായിട്ടുണ്ട്. ഇതെപ്പോഴാ ഇറങ്ങിയെന്ന് ചോദിക്കുന്നതിന് ഒരുപാടൊന്നും ആയിട്ടില്ല, നീ വിചാരിച്ചതിലും മുന്നേ എന്തായാലും ഇറങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ബെറ്റർ ആയോ? ആയി, അതിന് നിങ്ങളടുത്താണ് താങ്ക്സ് പറയേണ്ടത് എന്ന് ആജൻ. നിനക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ. എന്റെ കാര്യം എന്താണെന്നാ നീ വിചാരിക്കുന്നത്? നിങ്ങളൊരു നല്ല പേഴ്സൺ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും അതിലൂടെ പറ്റും. നല്ല മനുഷ്യനോ? എത്ര കാലം എനിക്ക് അങ്ങനെ നല്ല മനുഷ്യനായിട്ടിരിക്കാൻ പറ്റും? മൊത്തത്തിലൊരു ഡബിൾ മീനിങ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശിക്ക് ഓൾറെഡി ബോസിനെ അറിയാം. ബോസ് ജയിലിൽ നിന്ന് വന്നത് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. ഗാങ്ങിന്റെ അനിയനെ കൊച്ചുമോനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതേപോലെ ആജിനെ മൂത്ത കൊച്ചുമോന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മുത്തശ്ശി ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഇദ്ദേഹത്തെ എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഇദ്ദേഹത്തിന്റെ കഫേയിലാണ് വർക്ക് ചെയ്തിരുന്നത്. മുത്തശ്ശിക്ക് എങ്ങനെയാ ബോസിനെ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പം അമ്പലത്തിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ടതാണെന്ന് മുത്തശ്ശീനെ എന്നെ കാണുമ്പം ഫുഡ് മേടിച്ചു തരാന്നൊക്കെ ബോസ് പറയുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞ് ഇവര് നമ്പറൊക്കെ കൈമാറ്റം ചെയ്യുന്നു. ബോസ് അവളെ നോക്കുന്നതേ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടാണ്. ജയ രാത്രി യൂൻസിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഇവൻ ഇതവിടെ പോയി ആലോചിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ബേക്കി കൂടെ ആരോ ഹഗ് ചെയ്യുന്നത്. അത് വയറ് മുതല് ചെസ്റ്റ് വരെ ഒരുമാതിരി പ്രത്യേക രീതിക്ക് ഹഗ് ചെയ്യുന്നു. ലെനയാണ്. എന്തിത്ര ലേറ്റ് ആയത്, ഞാൻ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു. ആരാ നീന്ന് പറഞ്ഞ് നോക്കുന്ന ജയ്ക്ക് ആയിക്കോട്ടെ അവക്കായിക്കോട്ടെ ഒടുക്കുന്ന ഷോക്ക്. രണ്ടും അലറി വിളിച്ച് രണ്ട് സൈഡിൽ പോയി വീഴുന്നുണ്ട്. അലറി വിളിച്ച് നീ ആരാണെന്ന് ചോദിക്കുന്ന ജയ്. നീ എന്തിനാണ് ആരുടെയോ വീട്ടിൽ വന്ന് കേറിയെന്ന് ചോദിക്കുന്ന ലെന. അത് ഞാനാണ് ചോദിക്കേണ്ടത് എന്ന് ജയ്. നീ ഒരു പേർട്ടാണോന്ന് ചോദിക്കുമ്പം പേർട്ട് ഞാനോ? നീയാണ് വന്ന് എന്നെ ഹഗ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് ജയ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെയാണോ വേറൊരാളുടെ വീട്ടിൽ വന്ന് ഒളിച്ചു നിൽക്കുന്നത് എന്നിട്ട് ഹഗ് ചെയ്യുന്നു? അങ്ങനെ ഹഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആരാ വരുന്നേന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കണ്ടേ? ഞാൻ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള പേഴ്സൺ ഒന്നും അല്ല. അല്ലടോ, നീ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നിന്ന് കിസ്സാണോ എടുത്തത്, അല്ലെങ്കിൽ നിന്റെ പാൻറ്റൂരിയോ? എന്തിനിത് ഇത്ര വലിയ സീനാക്കുന്നത്? ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് ഞാനായിരിക്കണം. അതെ, ഇവിടെ വിക്ടിം ഞാനാണ്. ആ യൂഞ്ചനാണോ പറയാൻ? അവനെങ്കിലും എൻ്റെ അടുത്ത് വല്ലതും പറയണ്ടേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടു തമ്മിൽ എന്താ റിലേഷൻ? ലെന ഭയങ്കര കാര്യം പോലെ ചിരിച്ച് പറയാൻ വരുമ്പോഴേക്കും വേണ്ട, ബേക്കി വന്ന് ഹഗ് ചെയ്യുക, അപ്പാർട്ട്മെന്റിൽ നിൽക്കുക, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവാ. അവിടെ നിൽക്ക്. എന്താ നിന്റെ പേര് എന്ന് ലെന. അതെന്തിനാ ഇപ്പം നീ അറിയുന്നത്? അല്ല, നീ യൂഞ്ചന്റെ ഫ്രണ്ട് ആണല്ലോ. ഒരു റൈറ്ററിന്റെ ഫ്രണ്ട് എങ്ങനെ ഉണ്ടാവും എനിക്കറിയത്തില്ല, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയണം അത്രയ്ക്ക് പൂതിയുണ്ടെങ്കിൽ യൂഞ്ചന്റെ അടുത്ത് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന്. അതൊക്കെ പോട്ടെ, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നീ എന്നെ കണ്ടിട്ടുണ്ടാവും ടിവിയിലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് അങ്ങനെ പറ എന്ന് ലാസ്റ്റ് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ചാണ് എന്തോ പറഞ്ഞു വന്നിട്ട് സോറി വിട്ടേക്കെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. വീടിന്റെ പുറത്തേക്ക് വരുന്ന സമയത്താണ് ആദ്യന്റെ അടുത്ത് നിന്ന് കോള് വരുന്നത്. ബോസ്, നിങ്ങളാണോ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പം അവിടെ നിന്ന് ഒരുമാതിരി ഭയങ്കര സാഡായിട്ടുള്ളൊരു വോയിസ് ആണ് വരുന്നത്. ഇത് കേട്ടതും എന്ത് പറ്റി, എന്താണെങ്കിലും പറയാന്ന് പറയുന്നു. ഇതുവരേക്കൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നേന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല.
കോള് കട്ട് ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യോഞ്ചൻ വരുന്നത്. വന്നപാട് അതിൻ്റെ അടുത്തായിരുന്നോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതെങ്ങനെ നിനക്കറിയാന്ന് ചോദിക്കുന്നേന്. അവളുടെ അടുത്ത് എപ്പോൾ സംസാരിച്ചാലും നിന്റെ അടുത്ത് ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും. അതെന്ത് എക്സ്പ്രഷൻ? ഫണ്ണി ആയിട്ടൊരു എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജയ്ക്ക് അത്ര ഫണ്ണി ആയിട്ടല്ല തോന്നുന്നത്. കാരണം അതിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനിലാണ്. സാധാരണ വിളിക്കുന്നതിനെക്കാട്ടും സാഡായിട്ടാണ് അവൾ സംസാരിച്ചിരുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അത് നിന്റെ അടുത്ത് പറയണ്ട, സീക്രട്ട് ആക്കി വെക്കാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പോകുന്നതിന് മുന്നേ അവിടെ ഒരു പ്രാന്തി അകത്തിരിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ന്യൂസില് യൂൻചിന്റെ വിന്റർ സ്ലീപ്പ് എന്ന് പറയുന്ന ബുക്ക് അവാർഡൊക്കെ കിട്ടിയ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ അതൊരു സീരീസ് ആക്കാൻ പോവാണെന്നും അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ബുക്കാണ്. ഓൾമോസ്റ്റ് അതിന്റെ സ്റ്റോറി ലൈൻ നമ്മുടെ ആജിന്റെയും യൂൻചിന്റെയും കണക്കാണ് ഉള്ളത്. ആ സീരീസില് ലെന ഹീറോയിൻ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ യൂൻചിനും ലെനയും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിക്ക് ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവളായിരിക്കും ഹീറോയിൻ ആവാൻ ചാൻസ് എന്നുള്ള രീതിക്ക് പറയുന്നത്. അത് കേൾക്കുന്ന ലെനയ്ക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ സിഇഒ ലേഡി അവരുടെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള സിഇഒയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഉള്ളത് യൂഞ്ചിനെ സിഇഒയ്ക്ക് ഓൾറെഡി അറിയാലോ, പക്ഷെ തൊട്ടും തൊടാതെയാണ് സംസാരിക്കുന്നത്. ഇവൻ സീക്രട്ട് ആയിട്ട് ഇൻവെസ്റ്റർ ആയതിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. ആജിൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് നന്നായിട്ട് പോകുന്നു, വളരെ അംബീഷ്യസ് അല്ലേ, വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പം ഗാങ്ങിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഓ, നിങ്ങൾക്ക് ഗാങ്ങിന്റെ വില ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ, കൊള്ളാം. അവനും നന്നായിട്ടിരിക്കുന്നു, എപ്പോഴത്തേനെക്കാട്ടും ഹാപ്പിയാണ്. ഞാൻ അവനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ കാണുന്നത്, അതുകൊണ്ട് അൺഹാപ്പി ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് യൂഞ്ചിനെ വെച്ച് പറഞ്ഞ പോലെയുണ്ട്. അതേണക്ക് യൂഞ്ചിനും പറയുന്നുണ്ട് എനിക്കും ആജൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതിയെന്ന്. സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേ ഇരുന്ന സമയത്ത് ഗാങ്ങിന്റെ അടുത്ത് നിന്ന് സിഒക്ക് ഒരു കോൾ വരുന്നു. ആജൻ ഇപ്പൊ തന്നെ ഒരുപാട് വർക്ക് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് വിന്റർ സ്ലിപ്പും കൂടെ കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ, ഓർഡർ അവൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ പ്രൊഡക്ഷൻ കമ്പനീസും ഈ സീരീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കിട്ടിയിട്ട് എങ്ങനെയാ കളയാൻ പറ്റുക? ആകെപ്പാടെയുള്ള കണ്ടീഷൻ ആജൻ വരണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവളിപ്പോൾ അവളുടെ മിഡ് 20s ഉള്ളത്. ഇപ്പോഴാണ് അവള് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. ഏജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്ന് ഗാങ് അപ്പോഴാണ് സ്ട്രൈക്ക് ആവുന്നത്. നീ ശരിക്കും അവളെ മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതാ നോക്ക്, അവൾക്ക് ഈ കരിയറിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. നീ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് കോൾ കിട്ടിയിരുന്നു. ആജിനവനെ ഡേറ്റ് ചെയ്യാന്നേ വിചാരിച്ചത് അവളുടെ കരിയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവൻ പറയുന്നത് അവളടുത്ത് കെട്ടിയിട്ട് ഇതൊക്കെ മൊത്തത്തിൽ അങ്ങ് നിർത്താൻ എങ്ങനെയുണ്ടാവും. എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആജിനും അവനും ഫുഡ് കഴിക്കുന്ന സമയത്ത് യൂഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ലെനയും യൂഞ്ചിനും ഡേറ്റ് ചെയ്യാണെന്ന്. ഞാൻ അറിഞ്ഞായിരുന്നു, നല്ല കാര്യം ആജിൻ. വിന്റർ സ്ലീപ്പ് എന്ന് പറയുന്ന സീരീസിൽ നീ വേണം മെയിൻ ലീഡ് ആവാൻ വേണ്ടിയിട്ട് എന്നാണ് യൂഞ്ചൻ പറയുന്നത്. അത് മെയിനായിട്ടുള്ള കണ്ടീഷനായിട്ടാണ് വെച്ചത് എന്ന് മടിച്ചു പറയുമ്പം എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്, നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നതിന് ഞാൻ ആലോചിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പറയാന്ന് ഗാങ്. യൂഞ്ചൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം അവിടെ ഓൾറെഡി ആജനുണ്ട്. ഇവൻ ജീവിതത്തിൽ പച്ച പിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാസ്കോഡ് മാറ്റലാണ്. എന്താ ലേറ്റ് ആയത് എന്ന് ആജൻ. ഞാനല്ല, നീയാണ് ലേറ്റ് ആയത്. 1 വർഷമായി, നീ തിരിച്ചു വരുന്ന സമയമായി. അപ്പൊ അതുകൊണ്ടാണോ സിയോനെ ഭീഷണിപ്പെടുത്തി ഇപ്പൊ ഗാങ്ങിന്റെ അടുത്ത് വരെ എത്തിച്ച് എന്നെ ഇവിടെ വരുത്തിച്ചത്? ഞാൻ എപ്പോഴത്തേം പോലെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തു പറ്റി, നിനക്ക് അവനെ വിട്ട് വരാൻ പറ്റുന്നില്ലേ? ഓൾറെഡി അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ? അപ്പൊ നീയോ? നീ ലെനേനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണല്ലോ കേട്ടത്. എന്തു പറ്റി, അതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് തന്നെ അറിയാം, അവളാണ് എനിക്ക് വെറുതെ പ്രശ്നം തന്നുകൊണ്ടിരുന്നത് എന്ന്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്, നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൾ അടുത്തുണ്ടെങ്കിലേ എനിക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ. ഒരുമാതിരി വല്ലാത്തൊരു ടോക്സിക് വൈബ്. അവൾ അവനെ അങ്ങനെ നോക്കിയിട്ട് നിന്റെ അടുത്ത് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്, മനുഷ്യര് മാറും എന്ന് യൂഞ്ചൻ എന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യാൻ വേണ്ടി വരുവാണ്. പക്ഷെ അവള് മുഖം തിരിക്കുന്നു. കറക്റ്റ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലെന വരുന്നത്. ഒരുമാതിരി ദേഷ്യത്തില് നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്നേന് ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ വന്നതാണെന്ന് ആജനും അതേപോലെ തന്നെ യൂഞ്ചനും. ഇവിടെ നിന്നിട്ടാണോ സംസാരിക്കുക? നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കണം എന്ന് യൂഞ്ചിന്റെ അടുത്ത് പറഞ്ഞ് ആജന്റെ അടുത്ത്, നീ ഗാങ് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്റെ അറിവില് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. നിങ്ങൾ തമ്മിലുള്ളത് മറ്റുള്ളവർ അറിഞ്ഞാല് നിനക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന പോലെ ചോദിക്കുന്നുണ്ട്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യടി എന്ന് പറഞ്ഞ് ആജിനവിടുന്ന് പോവാണ്. ഞാൻ പറയത്തില്ലെന്നാണോ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് ഇവള് ചൂടാവുന്ന സമയത്ത് യൂഞ്ചനാണ് പിടിച്ചു വെക്കുന്നത്. ജയ ആജിന്റെ അടുത്ത് വന്നിട്ട് അവള് അവനെ ഏൽപ്പിച്ച പണീന്റെ റിസൾട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നല്ല, ബോസിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോസ് അച്ഛന്റെ മരണ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. വളണ്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യും. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാറില്ല, ഡ്രിങ്ക് ചെയ്യാറില്ല. പകല് ഒന്നെങ്കിൽ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ കഫേ പോയിട്ട് എന്തെങ്കിലും വായിക്കും.
പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനോ പേടിക്കാനോ ഒന്നും ആയിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവൻ കാമായിട്ട് നിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. എന്ത് പറ്റിയത് ചോദിക്കാനെന്ന് ചോദിക്കുമ്പം അല്ല നീ എൻ്റെ അടുത്ത് പൊതുവേ അത് പറയാറില്ല, അങ്ങനെയാണെങ്കിൽ നീ ഹാപ്പി ആയിരിക്കണമല്ലോ. അതെ ഹാപ്പിയാണെന്ന് അവൾ പറയുമ്പം ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ആ ഒരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ലെന അവളുടെ കസൻ റിപ്പോർട്ടറെ വിളിച്ചിട്ട് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ആരോ വിളിച്ച് ഇപ്പൊ ഗംഗ എവിടെയല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരുമാതിരി വില്ലത്തരത്തില് അവൾ എവിടെയോ പോകുന്നതാണ് കാണുന്നത്. കൂടെ തന്നെ യൂഞ്ചനും ഉണ്ട്. എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതവിടെ എത്തിയിട്ട് പറയാം, നല്ല ഫണ്ണായിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. ഇന്ന് ആജിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അവളും ഗ്യാങ്ങും അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റിന് വേണ്ടി വന്നേക്കുവാണ്. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്രിഞ്ചായിട്ട് സംസാരിക്കാൻ പോവാണ്, ചിരിക്കരുത് എന്നും പറഞ്ഞ് അവള് ജനിച്ചതിന്, ഈ ലോകത്തേക്ക് വന്നതിന്, അവന്റെ അടുത്ത് വന്നതിന് എന്നൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് അവന് അവളുടെ അടുത്തുള്ളപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് മാരേജിന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നീ യെസ് പറയുന്നു വിചാരിക്കുന്നു എന്നും പറഞ്ഞ് റിംഗ് ബോക്സ് എടുക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലെന വരുന്നത്. നിങ്ങളെന്താ ഇവിടെ? ഓ ആജിന്റെ ബർത്ത്ഡേ ആണല്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. താങ്ക് യു എന്ന് ചിരിച്ചുകൊണ്ട് അവളും പറയുന്നുണ്ട്. നിങ്ങൾ ഡേറ്റിന് വന്ന പോലെ ഞാനും ഡേറ്റിനാണ് വന്നത്, എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് യൂഞ്ചനെ വിളിക്കുന്നുണ്ട്. ആജിനും യൂഞ്ചനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഷോക്ക്. ലെനയാണെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ എന്തായാലും നമ്മൾ ഒരുമിച്ചല്ലേ ഉള്ളത്, ഒരുമിച്ചിരുന്ന് കഴിക്കാന്നും പറഞ്ഞ് ഗാങ്ങിന്റെ അടുത്ത് പോയിരുന്ന് ആജിന്റെ അടുത്ത് യൂജിനെ ഇരുത്തുന്നുണ്ട്. ലെന കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആജിനെയും യൂഞ്ചിനും ഒരേ ക്ലാസ്സിലാ പഠിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ലോകം എത്ര ചെറുതാണല്ലേ എന്ന്. ഗാങ് അപ്പോഴാണ് അതറിയുന്നത്. ശരിക്കും ആണോ എന്ന് ചോദിക്കുമ്പം ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നതിനെക്കാട്ടും സ്റ്റെപ്പ് സിബ്ലിങ്സ് ആണെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആക്യുറേറ്റ്. ഞങ്ങളുടെ പാരൻസ് റീമാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മെമ്മറിയാണെന്ന് പറയുമ്പം അതെന്ത് പറ്റിയെന്ന് ഗാങ്. അതിന് മറുപടി കൊടുക്കുന്നത് യൂഞ്ചിനാണ്. എൻ്റെ അമ്മ അവളെ ആ സമയത്ത് ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതിലെനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അതിലെന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, വിട്ടേക്ക്, ഞാൻ ഓൾറെഡി അതൊക്കെ മറന്നു, ഇപ്പം ഞാൻ ഓക്കെ ആണെന്ന് ആജിൻ. അത് കേട്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് ബർത്ത്ഡേ വിഷ് കൊടുക്കുന്നത്. ശരി, ഇപ്പൊ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ട സമയമാണെന്ന് യൂഞ്ചിനെ ലെനേനെ ഉദ്ദേശിച്ച് പറയുമ്പം ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് യൂഞ്ചിൻ. അതെ ശരിയാണ്, ഞങ്ങള് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ആജിൻ, നിന്നെ യൂഞ്ചിന്റെ വീട്ടില് ആ ലൈറ്റ് നൈറ്റിൽ കണ്ടപ്പം ഞാൻ ശരിക്കും ഷോക്കായി പോയി. വിന്റർ സ്ലീപ്പിന്റെ റോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്താ ചോദിച്ചത് എന്ന് ചിരിച്ചോണ്ട് അവള് ചോദിക്കുമ്പം അതിനുവേണ്ടി അങ്ങനെയൊക്കെ പോണെന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരേക്ക് അങ്ങനെ പോയിട്ടില്ല എന്ന് ഗാങ്ങിനെ നോക്കി പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഇന്ന് ആജിന്റെ ബർത്ത്ഡേ ആണ്, ഒന്നെങ്കിൽ അവളെ വിഷ് ചെയ്യാ, അല്ലെങ്കിൽ ഇവിടെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് ലെനയോട് പറയാണ്. ഗാങ് എണീറ്റ് പോകുന്നുണ്ട്, പുറകെ തന്നെ ആജിനും. ഇവിടെ ലെന യൂഞ്ചിന്റെ അടുത്ത് നീ എന്നെ ചൂസ് ചെയ്യുന്നോ അവളെ ചൂസ് ചെയ്യുന്നോ, നീ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് ദാ നോക്ക്, അവൻ നിന്നെ ഇനി തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്ന് യൂഞ്ചിൻ. എനിക്ക് അവനെ തിരിച്ചു വേണമെന്നില്ല, പക്ഷെ ആജിൻ അവന്റെ കൂടെയുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവള് ടെറിബിളി ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അത് യൂഞ്ചിന്റെ അടുത്ത്. അതിന്റെ പേരിൽ ഇനി യൂഞ്ചിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ മേടിച്ച് കിട്ടുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ മുത്തശ്ശി ആജിന്റെ വീട്ടിൽ വന്നിട്ട് അവളുടെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഭയങ്കര സ്നേഹത്തില് ഫുഡ് ഉണ്ടാക്കി വെക്കുവാണ്. അപ്പൊ ഒരു പാത്രം താഴെ വീണ് കൈമൊത്തം മുറിയുന്നു. നല്ല രീതിക്ക് തന്നെ ചോര വരുന്നുണ്ട്. മരുന്നെടുക്കാൻ വേണ്ടി നോക്കുമ്പം അവിടെ നിന്നുണ്ട് മുത്തശ്ശീന്റെ കളഞ്ഞുപോയ ഡയറി കിട്ടുന്നു. മുത്തശ്ശീന്റെ മൈൻഡിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞു പോയിട്ടുണ്ടാവണം. ആജൻ ഗാങ്ങിന്റെ അടുത്തേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ഇക്കാര്യം പറയാതിരുന്നേന്ന് ചോദിക്കുന്നുണ്ട്. നീ അതിനെക്കുറിച്ച് സംസാരിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ നിനക്ക് എന്താണോ ചോദിക്കേണ്ടത് അതിനുള്ള ആൻസർ ഞാൻ തരാം എന്ന് പറയുമ്പം ശരിക്കും സ്റ്റെപ്പ് സിബ്ലിങ്സ് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ പാരൻസ് ഡിവോഴ്സ് ആയി എന്ന് പറയുന്നു. ഓ സോറി എന്ന് ഗംഗ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയന്റെ അടുത്ത് നിന്ന് കോള് വരുന്നത്. മുത്തശ്ശീന്റെ ഡയറി കിട്ടി എന്നുള്ള ന്യൂസ് ആണ് പറയുന്നത്. അത് അവളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 1 വർഷം മുന്നേ കാണാതെ പോയതാണെന്നൊക്കെ. അത് കേട്ടത് അവളുടെ കിളി മൊത്തം പോകുന്നുണ്ട്. അത്രത്തോളം ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അത് അവളുടെ ഫേസിലൂടെ തിരിയുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവന്റെ അനിയൻ ഒരു ബിസിനസ് ട്രിപ്പിന് പോവാണെന്നും തനിക്കും അടുത്ത ഫ്ലൈറ്റിൽ തന്നെ പോയേ പറ്റുള്ളൂ, അതുകൊണ്ട് മുത്തശ്ശീനെ ഒന്ന് പോയി നോക്കാവോ എന്ന് ചോദിക്കുകയാണ്. അതും ആരെടുത്ത്? ആജിനോട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് യൂഞ്ചിൻ വരുന്നത്. നിങ്ങളുടെ ബർത്ത്ഡേ നശിപ്പിച്ചല്ലേ എന്നും ചോദിച്ച് അതിനെ സോറിയും നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അവക്ക് ഒരുമാതിരി ആ പേടിയൊക്കെ കാരണം കണ്ണൊക്കെ ഒരുമാതിരി നിറഞ്ഞിട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഗാങ് അനിയന്റെ കൂടെ ബിസിനസ് ട്രിപ്പിന് പോകുന്നുണ്ട്. ആജിൻ തിരക്ക് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിക്ക് പാസ്കോഡ് പറഞ്ഞു കൊടുത്തതൊക്കെ ആലോചിക്കുന്നത്. ടെൻഷനായിട്ട് വരുമ്പം കറക്റ്റ് അങ്ങോട്ടേക്ക് ജയ് വരുന്നുണ്ട്. അവളെ കൂട്ടിയിട്ട് മുത്തശ്ശീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഗാങ്ങിന്റെ വീട്ടിലേക്ക്.
തിരക്ക് പിടിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരുമാതിരി പേടിയോട് കൂടിയാണ് വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്. കുറച്ചു നേരം മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അകത്തേക്ക് പോയല്ലേ പറ്റൂ. അകത്തേക്ക് കയറുന്നുണ്ട്. നോക്കുമ്പോ മുത്തശ്ശി കണ്ണാടിക്ക് മുന്നിലിരുന്ന് ആ നോട്ട്ബുക്കും അവിടെ തന്നെയുണ്ട്. ഒരുമാതിരി ഒരു ഇരിപ്പാണ്. എന്ത് നടക്കുന്നത് നമ്മൾ പേടിച്ചു നിൽക്കുമ്പം അവളെ സീൻ കട്ട് ചെയ്ത് പുറത്ത് നിൽക്കുന്ന ജയനെയാണ് കാണുന്നത്. അങ്ങോട്ടേക്ക് യൂഞ്ചനും വരുന്നുണ്ട്. എന്തായിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ താഴേക്ക് വീഴുന്ന സൗണ്ട് കേൾക്കുന്നു. എന്റെയൊക്കെ ജീവൻ നിലയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇവരും അടിച്ചു പിടിച്ചു പോയി നോക്കുമ്പം മുത്തശ്ശി പടിക്കെട്ടിനെ താഴെ മയങ്ങി കിടക്കുന്നു. ആജൻ അതും നോക്കി മേലെ നിൽക്കുന്നു. യൂഞ്ചനും ജയൻ ഷോക്കായിട്ട് നിൽക്കുവാണെങ്കിൽ ഹീറോയിന് ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.